രണ്ട് കാര്യങ്ങളാണ്. ചിലവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും, എന്താണ് ചിലവർ പറയും അതൊരു എന്താണ് പിന്നെ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റണ്ടാണ്, പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ വിവാദം ഉണ്ടാക്കുന്നത് മുഴുവൻ പരസ്യം. അങ്ങനെയൊന്നും അല്ല, വിവാദം ഉണ്ടാക്കുന്നൊന്നല്ല. ഇതിന് പൈസ മുടക്കി പ്രിൻ്റ് അടിച്ചവനും പിന്നെ ഫ്ലെക്സ് അടിച്ചു വെച്ചവനും അതുപോലെ തന്നെ പോസ്റ്റർ അടിച്ചവനും ഡിസ്ട്രിബ്യൂട്ടറേയും പിന്നെ അതാണ് തിയേറ്ററും കണ്ടെത്തിയവൻ്റെയും വിഷമം മനസ്സിലാവില്ല. അവർക്കറിയില്ല 27-ാം തീയതി ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ. 27-ാം തീയതി ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് നാളെ സിനിമ റിലീസ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കോടതികളാണ്. കോടതികൾ എന്താണ്, ശക്തമായ രീതിയിൽ ഇതിന് പ്രതികരിക്കണം. ഇതുപോലെയുള്ള സംവിധാനം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഈ പറയുന്ന ഗവൺമെൻറ്റുകൾ നേരിടുമെന്ന് ഓരോ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരത്തെ ജിമ്മി സാർ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുക, ഇത് ഒരു അപ്രഖ്യാപിത ലിഖിത നിയമമായി മാറും. അയ്യോ ഇനി ഹിന്ദുക്കളുടെ പേരിടണ്ട, ഹിന്ദു ദൈവങ്ങളുടെ പേരിടണ്ട. അങ്ങനെ ഇട്ടാൽ കുട്ടികൾക്ക് പേരിടാൻ പറ്റുമോ ഈ നാട്ടിൽ? നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കുട്ടി, നമ്മളൊക്കെ കുട്ടികളുടെ പേരിടുന്നത് എങ്ങനെയാണ്? നമ്മൾ തന്നെ കാച്ചിക്കുറുക്കി ഒരു പേരങ്ങിടുകയാണ് അല്ലേ? ഇനി അങ്ങനെ ഇടാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഗൈഡ് ലൈൻ നോക്കേണ്ടി വരും കേന്ദ്ര സർക്കാരിൻ്റെ, വേണ്ടേ അല്ലേ? ഇനി ഭരണഘടനയിൽ പോയി നോക്കേണ്ടി വരും ഏത് പേരിടുന്നു. നമ്മൾക്ക് പണ്ട് ബൈബിളിലും രാമായണത്തിലൊക്കെയാണ് പോകുന്നു നോക്കി. ഇനി ചിലപ്പോൾ ഭരണഘടനയും കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് പറയുക ഒരു നിയമത്തിൽ നോക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് 50-ാം വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട സമയമായി.